വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12 തുടങ്ങി വായിച്ചു. നമുക്ക് ഇതിനകത്ത് ഒരു വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ. 12 തുടങ്ങി 15 വരെ 16 വരെ വായിച്ചു. ആറാമത്തവൻ തന്റെ കലശം യുഫ്രാത്തസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും ചില സമയത്ത് വായിക്കാൻ ചില വചനം നമ്മളിങ്ങനെ പെട്ടെന്ന് പിടിച്ചു നിർത്തുന്ന പോലെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഇന്നലെ ഞാൻ വീണ്ടും ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് അവിടെ പറയുന്ന നമ്മൾ ഒരുപാട് സ്ഥലത്ത് കള്ളപ്രവാചകന്മാരെ കുറിച്ചൊക്കെ പഴയ നിയമം തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് വായിക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അതിശയം തോന്നിയ വെച്ചാൽ 13-ാം വാക്യം വായിക്കുന്ന മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിന് യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മഹാസർപ്പം പിശാചിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. മൃഗത്തെ കുറിച്ച് പറയുന്ന ഒന്നില്ല, ആന്റി ക്രൈസ്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആൾക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ പറയുക കള്ളപ്രവാചകൻ എന്ന് പറയുമ്പം ഫോൾസ് പ്രോഫിറ്റിനെ തന്നെയാണ് അതിന്റെ കൂടെ തന്നെ ഐഡിയൽ നമ്മുടെ ഈ വിഗ്രഹങ്ങളിലൂടെയൊക്കെ ഉള്ള റിലീജിയസ് വിഗ്രഹങ്ങളെ കുറിച്ച് അത് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത്, അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇന്ന് പലയിടത്തും നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ അത്ഭുതങ്ങൾ എങ്ങനെ എത്രനായിട്ട് നടക്കുന്ന അത്ഭുതങ്ങൾ അടയാളം. ഇവിടെ നമ്മൾ കാണാം കത്തോലിക്കന്റെ ഓരോ സ്ഥലത്തും അങ്ങ് ചെല്ലുമ്പോഴത്തേനും അവിടെ ഭയങ്കര ആൾക്കൂട്ടം ജനം. എന്താ അവിടെ കാരണം? അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെയാണ്. യോഗസൗഖ്യം പെന്തക്കോസ്ത് സഭ മാത്രമൊന്നുമല്ല നടക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ യോഗസൗഖ്യം നടക്കുന്ന സ്ഥലം ഡിവൈൻ കോട്ടയായിരുന്നു പണ്ടത്തെ കാലത്ത്. ആൾക്കാരെല്ലാവരും പോയി ഒരുപാട് മദ്യപാനികൾ മദ്യപാനം വിട്ടതും ഹാലയിലെ ഒരുപാട് മാനസരോഗങ്ങൾ സൗഖ്യമായത്, ഒരുപാട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒക്കെ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ആരും രക്ഷിക്കപ്പെട്ടവരല്ല, സ്നാനപ്പെട്ടവരല്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണോന്ന് പോലും എനിക്കറിയില്ല അവിടെ. പക്ഷേ ആ സ്ഥലങ്ങളിലെല്ലാം ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഈ എന്താ പറയാ ഓരോ സ്ഥലം ആലപ്പുഴയൊക്കെ കുറെ സ്ഥലത്തൊക്കെ ആൾക്കാർ ഓടിക്കൂടുന്നതിന്റെ കാര്യം അവിടെ എല്ലാം അത്ഭുതങ്ങളാണ്. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ഈ കൺഫ്യൂഷൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? പിശാചിനെ ഇപ്പൊ എന്റെ പ്രവൃത്തികൾ നമുക്കറിയാം. അവൻ എല്ലാം ദൈവം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കും, ഇല്ലേ? എന്താ അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? ദൈവത്തെ പോലെ അല്ല, ദൈവത്തിനോടൊപ്പം ആയിരിക്കണം എന്ന് വെച്ചാൽ എല്ലാവരും അവനെയും വണങ്ങണം. ഇതാണ് അവന്റെ ആഗ്രഹം മൊത്തം. അവനെ ആരാധിക്കണം. അവനൊറ്റ പ്രശ്നമേ ഉള്ളൂ, നിങ്ങൾ ഏത് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി തലയിട്ടാലും കുനിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ എവിടെ പോയി ആരാധിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ആരെ ആരാധിച്ചാലും കുഴപ്പമില്ല, പക്ഷേ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കരുത്. അത് മാത്രമേ അവന് നിർബന്ധമുള്ളൂ. ഹല്ലേലൂയ. അവൻ എല്ലായിടവും പോയി ഇടം കൊല്ലുന്നത് മൊത്തം അത് തന്നെ. നമ്മുടെയൊക്കെ വീടുകളിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിലും അറിയാം. നമ്മൾ സിനിമയ്ക്ക് പോകുന്ന പ്രശ്നമില്ല, പാർട്ടിക്ക് പോകുന്ന പ്രശ്നമില്ല, കല്യാണത്തിന് പോകുന്ന പ്രശ്നമില്ല, ഉത്സവത്തിന് പോകണ എവിടെ പോകണേലും പ്രശ്നമില്ല. പക്ഷേ ഒരു ബന്ധക്കോസ്ത് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറും. ഭയങ്കര വഴക്കും എന്താ ബഹളവും, നമ്മളോടില്ല എന്തോ പിശാച് കുരിശ് കാണുന്നതാണ് എന്ന് പറയുന്ന പോലെ ഫൈറ്റിംഗ് ഒക്കെ നമുക്കറിയാം. നമുക്ക് ഓരോരുത്തരും അനുഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ ചിന്തിച്ചാൽ നമ്മൾ മറ്റു വേറെ ഒരു പരിപാടിക്ക് പോകുന്ന പറഞ്ഞാലും ഒരു പ്രോബ്ലം ഇല്ല. അവർക്കൊക്കെ നോർമൽ തിങ് ആണ്. അപ്പൊ വീട്ടിൽ നിന്ന് കള്ളു കുടിക്കാം, ഒരു പ്രശ്നമില്ല. ഇവിടെ പോകണമെന്ന് പ്രശ്നമില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന ദുരാത്മാവ് നമ്മൾ സത്യദൈവത്തെ ആരാധിക്കാൻ പോകുന്നതിന് മാത്രമല്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ 3ന്റെയും വായിന്ന് തവളയെന്ന് പറയുമ്പോൾ ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞതല്ല, പക്ഷെ ഒരു ദുരാത്മാവ് പുറപ്പെടുന്നത്. അപ്പൊ കള്ളപ്രവാചകന്മാരുടെ വായിന്ന് പരിശുദ്ധാത്മാവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു.
ഈ നടക്കുന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളുടെയും പിന്നിലും പരിശുദ്ധാത്മാവല്ല, നീ ഒറ്റ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? ദുരാത്മാവാണ് അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഹാലേലിയ. അപ്പൊ ഈ ദുരാത്മാവിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തെ മനുഷ്യരിൽ നിന്ന് അകറ്റി, ദൈവത്തിന് എതിരായിട്ട് മനുഷ്യരെ, ഹാലേലിയ, ആ യുദ്ധ ദിവസത്തിൽ ദൈവത്തിന് എതിരായിട്ട് അവരെ നിർത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ സത്യദൈവത്തിന് എതിരായിട്ട് ഹാലേലൂയ നിർത്തുക. അപ്പം നമ്മൾ റോമാലേഖനത്തിലൊക്കെ കാണുന്നുണ്ട്. ഹാലേലൂയ എന്താ? സൃഷ്ടിച്ചവനെ ഭജിക്കാതെ, സൃഷ്ടിച്ചവനെ ആദരിക്കാതെ സൃഷ്ടിയുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളാൽ ഹാലേലിയ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്താ പറയാ? അപ്പൊ നമ്മൾ കാണുന്ന പലതിനും ദൈവം, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവത്തോട് ഇരുന്ന് ചോദിക്കാണ്, കർത്താവ് എന്തുകൊണ്ട് ഇത് അനുവദിച്ചു കൊടുക്കുന്നു? തന്റെ കർത്താവ് ചാട്ടവാറുമായി ആലയത്തിലേക്കൊന്ന് ഇറങ്ങിയതാ. എന്തിനാ? എന്റെ പിതാവിന്റെ ആലയത്തെ നിങ്ങൾ കച്ചവടമാക്കി വന്നിട്ട്. പക്ഷെ ഇന്നെന്താ കർത്താവ് ചാട്ടവാറെടുക്കാത്തെന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കാട്ടി ഹാലേലിയ മ്ലേച്ഛകരും ഫോൾസ് ടീച്ചിങ്. അവിടെ പറയുന്ന കള്ള പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് ഹാലേലിയ ഫോൾസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. വചനത്തെ ഹാലേലിയ തെറ്റായി പഠിപ്പിക്കുന്നവരുടെ വായിലും ഇരിക്കുന്നത് ഇതേ ദുരാത്മാവ് തന്നെയാണ്. ഹാലേലിയ പ്രവചിക്കുന്നത് മാത്രമല്ല അവിടുത്തെ ഹാലേലിയ കള്ളത്തരങ്ങളെ ഫോൾസ് ടീച്ചിങ് ചെയ്യുന്ന. അപ്പൊ വചനത്തെ മാറ്റി, ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞു ഹാലേലിയ, കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഒരു മരണം നടന്നു. ഹാലേലിയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു തമിഴ് ഹിന്ദു ഒരു അമ്മച്ചിയാണ്. ഞാൻ ശുശ്രൂഷിക്കാൻ പോയിട്ടുള്ള സഭയിലെ വിശ്വാസിയാണ്. ഹാലേലിയ ഞാനവരെ അവർക്ക് എന്നെ പോലെ അവർക്കൊരു ഞാനിങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു, ഒരു അത്ഭുത സൗഖ്യം നടന്നതോടെ എന്നെ ഭയങ്കര കാര്യമായിട്ട് എന്നെ കണ്ടപ്പോൾ ഓടി ഒന്ന് നീട്ടിപ്പിടിക്കും. ഹാലേലിയ. പക്ഷെ 68 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് വണ്ടി തന്നെ തെറിച്ചെങ്ങാണ്ട് റോഡിൽ വീണ് തലയടിച്ച് ബ്രെയിൻ ഡെത്തായി മരിക്കുക ചെയ്തവർ. അപ്പൊ അവിടെ അവരുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ മകൾ മുഖാന്തരം ഒരു രക്ഷ വന്നു, കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അടുത്ത കൊച്ചു ഇന്നലെ എന്നോട് സംസാരിച്ച് പറഞ്ഞ്, അവരുടെ അമ്മാവന്മാരൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കും ഇതിരെ ഹാലേലിയ അവരുടെ മതപ്രകാരം അടക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ബഹളം ഉണ്ടാക്കുന്ന വിട്ടുകൊടുത്തേക്കുന്നത്. അപ്പം ഹല്ലേലൂയ. അപ്പൊ അവരുടെ മറ്റൊരു വിശ്വാസി അപ്പൊ പറഞ്ഞു, അവരുടെ സഭയിലെ വിശ്വാസം അവരുടെ പാസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, ശവം മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയമായ വിധിപ്രകാരം അടക്കിയില്ലെങ്കിൽ ഈ ശരീരത്തിന് പിശാച് അവകാശം പറയും. അത് കഴിയുമ്പോൾ കർത്താവിന്റെ 2ാം വരെ കർത്താവ് വരുമ്പോൾ കാഹളം കേൾക്കുമ്പോൾ ഈ ശരീരം അങ്ങനെ കത്തിച്ച് കളയൊക്കെ ചെയ്ത് ഉയർത്തെഴുന്നേക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അടക്കണമെന്ന് പഠിപ്പിച്ചു. അപ്പൊ അവൻ അങ്ങനെയാണെങ്കിൽ കോവിഡ് കാലത്ത് ഒത്തിരി പേരെ കൂട്ടിയിട്ട് കത്തിച്ച്, ഒത്തിരി പേരെ എവിടേക്കോ കൊണ്ട് കുഴിച്ചിട്ട്, അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഒത്തിരി പാസ്റ്റർമാരെ സഹിതം ഒന്നിച്ചു കൂട്ടിയിട്ട് തീ കത്തിക്കുക ചെയ്തു കോവിഡ് സമയത്തല്ലേ. അവിടെ പാസ്റ്റാണോ പള്ളിയിലച്ഛനാണോ വിശ്വാസിയാണോ സാധാരണക്കാർ ഹിന്ദു ആണോ ഹിന്ദു ക്രിസ്ത്യാനോ ഒന്നുമില്ല, എല്ലാവരും ഒന്നിച്ചു കൂട്ടിയിട്ടൊക്കെ കത്തിച്ചേക്കുന്നു. അപ്പൊ അവരാരും സ്വർഗത്തിൽ പോകത്തില്ല കാഹള ശബ്ദം കേൾക്കുമ്പോൾ എന്ന് ചോദിച്ചു. അപ്പൊ അറിയത്തില്ല ആൻറ്റി ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആത്മാവ് പോകേണ്ടിടത്തേക്ക് പോയി കഴിഞ്ഞ് ഈ മണ്ണിൽ നിന്ന് എടുത്തത് നമ്മുടെ വസ്ത്രം ഈ ഒരു ഉടുപ്പിട്ടേക്കുന്ന പോലെയല്ല ഈ ശരീരം. ഇതിപ്പോ എന്ത് ചെയ്യുന്നു ഒരു വിഷയമല്ല, ഇതിന്റെ അനുസരിച്ചല്ല ഉയർത്തെഴുന്നേൽപ്പ്. ഹല്ലേലൂയ. മരിച്ച് നമ്മൾ പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ എന്തൊക്കെ നമുക്ക് ഈ ശരീരം വെച്ച് ചെയ്താൽ എത്ര പൂജാ കർമ്മങ്ങൾ, ഓരോരുത്തർ മരണാനന്തര കർമ്മങ്ങളൊക്കെ എന്തോരം ചെയ്യുന്ന മറ്റുള്ള എല്ലാവരുടെയും ആഗ്രഹം എന്താ? മോശം ലഭിക്കണം. ഹിന്ദുക്കളുടെ ആഗ്രഹം മോശം ലഭിക്കണം. ക്രിസ്ത്യാനികളാണെങ്കിൽ എന്താ സ്വർഗത്തിൽ പോകണം എന്ന് വെച്ചിട്ട് മരിച്ചതിന് ശേഷം എന്തായാലും അതിപ്പോ മുസ്ലിംസിലെ ഹിന്ദുസിലും ക്രിസ്ത്യാനികളും എല്ലാ ജാതിയിലും മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ഉദ്ദേശം എന്താ? മരിച്ചു കഴിഞ്ഞ് ആത്മാവ് സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് പോകണം. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഈ ചെയ്യുന്നവർക്ക് ആർക്കും മനസ്സിലാവും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതൊക്കെ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ പോകുന്നതിന്റെ അടിസ്ഥാനം അല്ലാതെ മരിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചില ആൾക്കാർ ഒരുപാട് അച്ഛന്മാരെയൊക്കെ കൊണ്ടുവരുന്നത്, അത് കഴിഞ്ഞിട്ട് വലിയ എന്താ പറയാ കലറി ഉണ്ടാക്കുന്നത്, അതിന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരു ഗുണവും ഇല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതാ കാര്യം. നമ്മളുടെ ശരീരം ഇത് മണ്ണിൽ നിന്ന് എടുത്തത് മണ്ണിലേക്ക് തന്നെ ചേരേണ്ട സാധനമാണ്. അതിപ്പോ കത്തിച്ചാലും ശരി, കുഴിച്ചിട്ടാലും ശരി, എങ്ങനെ ചെയ്താലും ശരി. ഹല്ലേലൂയ. അപ്പൊ അതല്ല നമ്മുടെ സ്വർഗത്തിൽ പോകുന്നതിന്റെ മാനദണ്ഡം. ഞാൻ പറയാം, പഠിപ്പിക്കൽ ഫോൾസ് ടീച്ചിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നു. മനുഷ്യര് ബുദ്ധിയില്ലാത്ത മനുഷ്യരെ ബുദ്ധിഹീനരെ ഒന്നും കൂടെ ബുദ്ധിഹീനരാക്കി കളയുന്നതല്ല വചനം. വചനം മനുഷ്യന്റെ കണ്ണുകളെ തുറപ്പിക്കുന്നതായിരിക്കണം, അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്നതായിരിക്കണം. ദൈവത്തിന്റെ വചനം നമുക്കൊക്കെ ഞാൻ പറയാം
നമുക്കൊക്കെ ദൈവത്തെക്കുറിച്ച് പോലും ഒരു ജ്ഞാനം ഉണ്ടാകും എന്താ ദൈവം എന്ന്. കാരണം കണ്ട് ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിലും അല്ല അതിന്റെ മുമ്പിൽ ഇതിനു മുമ്പിലൊക്കെ പോയി പ്രാർത്ഥിച്ചവരാ നമ്മളൊക്കെ അല്ലെ. പക്ഷെ അതിനെക്കുറിച്ച് പോലും ജ്ഞാനമില്ലാത്ത നമ്മുടെ കണ്ണിനെ തുറപ്പിച്ച് ദൈവത്തിന്റെ വചനമാണ്, നമ്മുടെ ഹൃദയത്തെ തുറപ്പിച്ച് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തെ തെറ്റായി പഠിപ്പിക്കുന്നവരുടെ വായിൽ ദുരാത്മാവാണെന്നാണ് പറയുന്നത്. ഫോൾസ് പ്രോഫറ്റ് അല്ലെങ്കിൽ ഹാലയിൽ ഇവിടെ പറയുന്ന കള്ളപ്രവാചകന്മാർ, അവരെ ഫോൾസ് ടീച്ചേഴ്സ് എന്ന് കൂടെ പറയുന്നത്. ഹാലയിൽ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ പറയുന്നത്. ഹാലയിൽ അവിടെ ഫോൾസ് ടീച്ചിങ് ചെയ്യുന്നവരും തെറ്റായി പഠിപ്പിക്കുന്ന വായിലും ഇവിടെ പറഞ്ഞ പോലെ ഈ ദുരാത്മാവായിരിക്കും. ഈ ദിവസങ്ങളിൽ എത്രയോ ശ്രദ്ധയോടെ നമ്മൾ ആയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ കാര്യങ്ങൾ എക്സാമ്പിൾ എടുത്തു പറഞ്ഞു. ഞാൻ പല വചന പഠിപ്പിക്കലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഹാലയിലൂയ ഒരു പറഞ്ഞു വിടുന്നത് എന്താന്ന് പറയുന്നവർക്ക് തന്നെ സുബോധമില്ല. പണ്ട് ഞാൻ നമ്മുടെ ദുബായിലൊരു പാസ്റ്റോടെയും പറഞ്ഞല്ലോ, ഒരു ദിവസം ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞു. അല്ല എന്താ വെച്ചാൽ പറഞ്ഞു കേട്ട് സഖിയായിട്ട് ഞാൻ പറയാം, പാസ്റ്റർ നാളെ ഇത്രയും ഒരു കാര്യം ചെയ്യണം, പാസ്റ്റർ പ്രസംഗിക്കുന്ന പാസ്റ്റർ ഒന്ന് റെക്കോർഡ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ ഇതൊന്ന് കേൾക്കണം നമ്മൾ പ്രസംഗം, എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഒന്ന് മൈക്ക് എടുക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയെന്ന് വിളിച്ചു പറയുന്ന വീട്ടിത്തരത്തിന് ഒരതിരില്ലാതായപ്പോ സഖി കേട്ട് ഞാൻ പറഞ്ഞതാ, ഇനി നമ്മൾ തന്നെ പറയുന്നത് എന്താ, നമ്മൾ തന്നെ ഒന്ന് കേൾക്കണം അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു വിടുന്നതെന്ന് നമുക്കൊരു ബോധം വേണം. അത് കഴിയുമ്പോഴല്ലേ നമുക്ക് അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് തോന്നിട്ട് അടുത്ത പ്രാവശ്യം ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ മൈക്ക് കയ്യിലെടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കാൻ കയറി ഇരിക്കാവുള്ളൂ. ഹാലയില്ല. കാരണം വായി വരുന്നത് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല. കാരണം ഇത് കേൾക്കുന്ന അനേകരുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, പറയണ്ട. ഈ കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് തെറ്റായ ചിന്തകൾ തെറ്റായ ഉപദേശങ്ങൾ കുത്തി നിറയ്ക്കരുത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്ന് ലോകവും അതിന്റെ മോഹങ്ങളെ കുറിച്ചും പറഞ്ഞ് കള്ള പ്രവചനവും ഫോൾസ് ടീച്ചിങ്ങും കൊണ്ട് ജനത്തെ ഒരുമാതിരി ഞെരുക്കിക്കൾ. അപ്പൊ ഇതിനെ പറയുന്ന ഇത് നമ്മൾ പറയുമ്പോൾ ഇത് എല്ലാവരും അവരും പരിശുദ്ധാത്മ തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അല്ല എന്ന് ഈ വചനം കൃത്യം. അത് അവരെ മൂന്ന് കൂട്ടരെയും ഒരുപോലെ ദൈവം കണ്ടേക്കുന്ന എന്താ പറയാ, സാത്താൻ മഹാസർപ്പത്തെ സാത്താനെയും ആന്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനും ഇത് മൂന്നിനെയും ഒരുപോലെ കാണിച്ചേക്കുന്നത്. ഇത് മൂന്ന് പേര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ദൈവത്തിനെതിരായി ജനത്തിനെ തിരിക്കുന്നു. ജനത്തിനെ ദൈവത്തിനെതിരായി കൊണ്ടു നടക്കുന്നു. ഇന്ന് അതുകൊണ്ടാണ് സത്യദൈവത്തെ യഥാർത്ഥ ഉപദേശങ്ങളും ടീച്ചിങ്സും ഉള്ളവരൊന്നും ആർക്കും വേണ്ട. നമ്മുടെ തിമോത്തിയസിന്റെ ഫസ്റ്റ് തിമോത്തി 4:1 ഒന്നൊന്ന് വായിക്കും സിസ്റ്ററെ. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇവിടെ എന്താ പറയുന്നേ, ഭാവിക്കാലത്ത് പൗലോസ് എഴുതുകയാണ്, ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരെ കപടത്താൽ വിശ്വാസം ത്യജിക്കുന്ന ആത്മാവ് തെളിവായി പറയുന്നു. കാരണം ഇന്ന് വിശ്വാസം പലരും ത്യജിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറയാം, ഈ ഭോഷ്ക് കേട്ട് ഹാലേലുക ഇവരുടെ ഭൂതാത്മാക്കളുടെ ഉപദേശം കേട്ട് അവർക്ക് നേരെ വഴി നടക്കാൻ കഴിയാത്തത് കൊണ്ട് പലരും ഇന്ന് തെറ്റിപ്പോകുന്നു, പലരും വിശ്വാസം ത്യജിച്ചു പോകുക. ഇന്ന് അനേകർ വിശ്വാസം വിട്ടുപോകുന്നതിന് ഒരു പ്രധാന കാരണം കള്ളപ്രവചനമാണ്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം പൗലോസ് വെറുതെ എഴുതി വെച്ചതല്ല ഇത്. പൗലോസ് ഒരിക്കൽ ഗലാത്യർ സഭയിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഹാലേലിയ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആരാ? യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനാ. നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ വരച്ച് കാട്ട്, നിങ്ങൾ ഇത് കണ്ടിട്ടും നിങ്ങൾ പിന്നെ തെറ്റിച്ച് കളഞ്ഞ ആരാന്ന് ചോദിക്കുന്നത്. അത്രയ്ക്ക് നമ്മൾ ചില ദുർമന്ത്രവാദത്തെ കുറിച്ചൊക്കെ പറയും, അഭിചാരത്തിനെ കുറിച്ച് അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ജനത്തെ തെറ്റിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ വീഴ്ച കളയുന്നത് പോലെയാണ് ഈ ദുരുപദേശങ്ങൾ, കള്ളപ്രവചനങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ എല്ലാം എന്താ അവരെന്തോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പണ്ട് പറയായിരുന്നു, അവരുടെ ദൈവം എന്താ? വയറ. ഹല്ലേലൂയ. അവര് ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്ന ആരാ? സ്ത്രീകളെയാ. അത് വിധവമാരുടെ ഭവനങ്ങളിലൊക്കെ അവർ ഉപായ രൂപേണ
നൂന്ന് കയറും. ഹാലേലിയ ഉപദേശങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ഹാലേലിയ ആമെ പെട്ടെന്ന് ഹാലേലിയ ആമെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകളെ തന്നെയാണ്. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് ഇവർ ഉപായ രൂപത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത്. നല്ല ആമെ ഹാലേലിയ ഓരോ കാര്യങ്ങൾ. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എന്നെ സാജു ബ്രദറിന്റെ മെസ്സേജിന് ഒത്തിരി ഒത്തിരി എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്. ഞാൻ പറയാം, നീ പരിശുദ്ധാത്മാവിനോട് കുറേ ഒന്നും ഞാൻ സംസാരിക്കും കൂടെ ചെയ്ത കാര്യം. കാരണം വെച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഇന്ന് ഏതൊരു പ്രവാചകന് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും ആ പ്രവാചകൻ വന്നിട്ട് പണ്ടത്തെ പ്രവാചകന്മാരെ ഞാൻ പ്രവചിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എനിക്ക് ഒരിക്കലും ഞാൻ പ്രവചിക്കുന്ന പലരും ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അറിയാം. എന്നോട് എപ്പോഴും ഒരു വചനമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രവചിക്കുന്ന ഒന്നും നിങ്ങൾക്ക് അത് ഇത് മറ്റേ മറിച്ച്. പക്ഷെ പലയിടത്തും ഞാൻ പ്രവചിക്കുമ്പോൾ അവരുടെ കുറവുകൾ വെളിപ്പെടുത്തി അവരിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ വെളിപ്പെടുത്തി അവർ ഇന്നത് ആകുമെന്ന് അത് വെറുതെ ആകുമെന്നല്ല ഞാൻ പറഞ്ഞ ഇന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് നിങ്ങൾക്ക് അവിടെ എത്താം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിജു സിസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ കാര്യമൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് ഒരു കസേര പണ്ട് ദൈവം ഇങ്ങനെയാണ് കാണിച്ചത്, അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കട്ടെ, ഇതുവരെ ചെന്ന് കയറി ഇരുന്നിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ കയറി ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നൂടെ പറഞ്ഞു. അല്ലെ, അവിടെ എത്തണമെങ്കിൽ ആ കസേര ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കേട്ടോ, അത് കയറി ഇരുന്നിട്ടില്ല. നീ ഇന്നലെ കഴിഞ്ഞ ദിവസം കാരണം എന്താ, അത് വെറുതെ ഒരു കസേര ഉണ്ട് നിനക്ക് ഇരിക്കാം. പക്ഷെ നീ ചെന്നങ്ങ് കയറി ഇരിക്കുമെന്നല്ല, നീ അവിടെയൊക്കെ ചെന്ന് ഇരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടെ ദൈവം പറയും. നീ അതൊക്കെ ചെയ്യുമെങ്കിൽ തന്നെ ഞാൻ നോക്കും ഇരുത്തുവന്ന ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും അതുപോലെ ദൈവത്തിന്റെ എല്ലാ പ്രോമിസിനും കഥ. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രവചനം എങ്ങനെയാ? വെറുതെ നോക്കിയിട്ട് നീ അങ്ങനെയോ നീ ഇങ്ങനെയോ നീ മറ്റേതോ നീ മറിച്ചതാകും, ഒരിക്കലും ആകത്തില്ല. ഇവിടെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഓരോ ഓരോ സ്ഥലത്തും ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം ആൾക്കാർക്ക് ഇന്ന് എന്താ പറയുക, ഇന്ന് പ്രവചനത്തിന്റെ ഇത് താജു ബ്രദർ പറഞ്ഞ ഇതാണ് എന്താ പറയാ, ഇന്ന് ദേവദാസന്മാരെ നമ്മുടെ വീട്ടിൽ വിളിച്ച ഉള്ള സമാധാനം പോകും. കാരണം വന്നിട്ട് അയ്യോ ആ വിചാരം ഈ മൊട്ട ചെയ്തത് ഇതിൽ ചെയ്തെല്ലാം അവിടെ വയറ്റിൽ കിടക്കുന്ന ശരീരത്തിൽ കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കുന്ന അങ്ങനെ ആക്കി ഇതിന് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ ഉപവാസം വെച്ചാൽ അങ്ങനെ ചെയ്താൽ ഇത് പുറത്തു പോകണം, ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെ വെളിയിൽ പോയാലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉള്ള സമാധാനം കളയത്. ഞാനിത് ചിന്തിച്ചു നോക്കി, ശരി പല ദൈവദാസന്മാർക്ക് ഈ അസുഖമുണ്ട്. എന്നാ പിന്നെ ഇവരങ്ങ് എടുത്ത് കളഞ്ഞിട്ട് പോകും. അത് ഞാൻ പറയുന്ന കാര്യം, ഒരു കാര്യം പറയാ, എന്നെ ദൈവം പഠിപ്പിച്ച കാര്യം, നിങ്ങളൊരു ദുരാത്മാവ് ഇരിക്കുന്നു എന്ന് എന്നെ അത് ദൈവം കാണിച്ച അതിന്റെ മേൽ അധികാരം എന്റെ മേൽ തന്നിട്ട് ദൈവം അത് കാണിക്കത്തുള്ളൂ. അത് പിന്നത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടില്ല. ആ നിമിഷം തന്നെ അതിനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ അതിനെ ശാസിക്കുക, അന്നേരം അത് വിട്ടുപോകും. അത് ഇല്ലെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരു ഹിന്ദു സഹോദരൻ നമ്മുടെ ഷാർജയിലുള്ളതായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാനത് അയാൾ അറിയത്ത് പോലും ഇല്ല. നമ്മുടെ വീട്ടിൽ രണ്ട് സഹോദരിമാർ അവർ താമസിക്കുന്ന വീട്ടിൽ ആ സഹോദരിയോട് പ്രാർത്ഥിച്ചും പുള്ളിയുടെ അച്ഛന്റെ പേരും അമ്മായിയമ്മയുടെ പേരും ഒന്ന് വെളിപ്പെട്ട ഞാൻ ഇങ്ങനെ രണ്ട് പേര് പറയുന്നുണ്ട്, അത് പുള്ളിക്ക് അറിയുമെന്ന് ചോദിക്കുക. അറിയുന്നുണ്ടെങ്കിൽ ബാക്കി പ്രാർത്ഥിക്കാൻ. അപ്പൊ പുള്ളി പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഞാൻ അമ്മാവന്റെ പേര് ആരുടെയൊക്കെ പേരൊക്കെ വെളിപ്പെട്ടു. പക്ഷെ ഞാൻ അന്നൊരു വിഷയം കണ്ടു, എന്റെ കാലിൽ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ കെട്ടി ഞാൻ കിടന്ന് താഴോട്ട് വലിക്കുന്നു. അപ്പൊ ഞാൻ ചിന്തി പാമ്പുമായിട്ട് ബന്ധം വെച്ചു. ഇവരുടെ കുടുംബത്തില് സപ്പക്കാവുണ്ട്, അതിൽ പുള്ളിയാണ് ആ പ്രാവശ്യം ആയില നക്ഷത്രമായതുകൊണ്ട് അവിടുത്തെ ഇതിനു വേണ്ടി പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ച ആളാണ്. അങ്ങനെ പുള്ളി എപ്പോഴും കർത്താവിലേക്ക് വന്നത്. അങ്ങനെ സാമച്ചൻ പാസ്റ്റ് അങ്ങോട്ട് വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് എങ്ങാണ്ട് ഏതാണ്ട് ദൂത് പറഞ്ഞു, അങ്ങനെ അത് വഴി അങ്ങോട്ട് പുള്ളി ഇതിൽ വരാൻ കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ആ പിടുത്തം വിട്ടിട്ടില്ല, അതായി വലിക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം അത് കഴിഞ്ഞപ്പോൾ എന്നോടൊരു സഹോദരനോട് പറഞ്ഞു, സിസ്റ്റർ അങ്ങനെ പെട്ടെന്ന് കയറി പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെന്റെ മുമ്പ് വെളിപ്പെട്ടെങ്കിൽ അതിനുള്ള അധികാരം എനിക്ക് തന്നിട്ട് അതേ വെളിപ്പെടുത്തും. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതോ ഇനി വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്നതാണോ നമ്മൾ പറയുന്നത്? അല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ അന്ന് ദൈവം എന്നോട് പറഞ്ഞു തന്ന കാര്യം, കാരണം എന്റെ മുമ്പിൽ എന്റെ കൺമുമ്പിൽ ദൈവം ഒരു കാര്യം കാണിച്ചാൽ ദൈവം വെളിപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും ഒരു പൈശാചി മണ്ഡലത്തെ കാണാൻ പറ്റില്ല. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇത് ഇരുട്ടിന്റെ മറ പറ്റി ഇരുട്ടിൽ ആമ ഒളിച്ചിരുന്ന് ഇരുട്ടിൽ ആണ് ഇത് അതിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചം വീശിയാൽ മാത്രമേ നമ്മുടെ ദൃഷ്ടിയിൽ ഇത് കാണത്തുള്ളൂ. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും ഇത് കാണത്തില്ല. നമുക്ക് വലിയ ജ്ഞാനദൃഷ്ടിയൊന്നുമില്ല. ദൈവം വെളിപ്പെടുത്തുക. അപ്പൊ ദൈവം എന്തിനാ വെളിപ്പെടുത്തുക വെച്ചാൽ നമ്മുടെ മേൽ ഇതിന് അധികാരം തന്നിട്ട് ദൈവം വെളിപ്പെടുത്തുക. നമുക്ക് ഇതിന്മേൽ അധികാരമുണ്ട്.
ഹാലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് അത് പോകാൻ പറഞ്ഞത് പോകും. ഹാലേലൂയ. അങ്ങനെ നമ്മൾ ആമേ പറഞ്ഞു വിടണം. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ പോരാവുള്ളൂ. അല്ല വഴിയിൽ ഇട്ടിട്ട് പോരരുത്. പലരും പകുതി കിട്ടിട്ടും തൊടാതെയൊക്കെ പോരും. ഹാല ഇത് തൊട്ടാ ശരിയാകത്തില്ല, ഇതൊക്കെ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് തെറ്റാണ് ഹാലം. കാരണം പിന്നെ അതിരുന്ന് അവിടെ ഇരുന്ന് ഭയങ്കര ശക്തി പ്രാപിക്കുക. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരിടത്ത് ചെന്ന് ഒരു പിശാചിനോട് ചർച്ച ശുശ്രൂഷിക്കും. പിശാചിന് പുറത്ത് പറഞ്ഞു. പിശാച് പറഞ്ഞ എന്താ, ഞാൻ പോകത്തില്ല. എന്താ കാര്യം? ഞാൻ ഈ സഭയിലെ മെമ്പറാ. അപ്പൊ സഭയിലെ മെമ്പർ. അതെ, ഇവളെ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ഇവളിലുണ്ട്, ഇവള് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ഇവളിലുണ്ട്, ഇവളിവിടെ വന്ന് എന്താ ആരാധന കൂടുമ്പോഴും ഇവള് കർത്തമേശ എടുക്കുക എല്ലാം ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ സഭയിലെ മെമ്പറില്ല, കാരണം ഞാൻ പോകത്തില്ല. ഇന്നത്തെ സ്ഥിതി. ഹാലേലൂയ. കാരണം ഹാലേലൂയ പലരും ഇതും കൊണ്ട് കയറിയിരിക്കുകയാണ്. അവരും സഭയിലെ മെമ്പറാണെന്ന് പറയുന്നത്. കാരണം ഇവരെയൊക്കെ പുറത്താക്കാതെ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ സഭ നടത്തുന്നുണ്ട്. പല സഭയും വളരെ മുമ്പേ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാര്യം ഒരെണ്ണം മതി. എന്തിനാ പിശാച് ഇപ്പോഴും കയറിയിരിക്കുന്നത് സഭയ്ക്കുള്ള കയറുമെന്ന് വെച്ചാൽ കയറും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഹാലയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം അവരോട് തന്നെ, അവരുടെ സഭയിൽ തന്നെ. ഞാൻ അവരുടെ ആ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ അവരുടെ അന്ന് ബെഞ്ച് എപ്പോഴാണ് ആ ബെഞ്ചിൽ മറ്റുള്ള വിശ്വാസം ഇരിക്കുന്ന കൂട്ടത്തിൽ ഹാലയില് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കയറിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞു ആ ദേശത്തിന്റെ ശക്തിയാണ് കയറിയിരിക്കുന്നത്. ഹാലേലിയ. അതിനെ പ്രാർത്ഥിച്ചു പുറത്താക്കാതെ നമ്മൾ എത്ര പ്രസംഗിച്ചാലും അവിടെ എന്തൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും സഭ വളരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ കാരണം സഭ വളരത്തില്ലെന്ന് പറയുന്ന വളരെ മുമ്പ് പൊളിയും. എന്താ വെച്ചാൽ അവിടെ എപ്പോഴും ഭിന്നതയായിരിക്കും. അവിടെ എപ്പോഴും പൊളിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് പിരിച്ചുകൊണ്ട് പോകുന്ന ദുരാത്മാവ് ഇതിനകത്ത് കയറിയിരിക്കുക, വളരാൻ സമ്മതിക്കാത്തവൻ. ഹാലേലിയ. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എന്താ പൗലോസോടെ പറയുന്നു? ഹാലേലിയ. അവരെക്കുറിച്ചും പറയുന്നത് ഭൂതങ്ങൾ ഉപദേശങ്ങളെ ആശ്രയിച്ച് എന്താ പറയുക ഇവിടെ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവരെ കപടത്താൽ വിശ്വാസം. അപ്പൊ ഈ ഫോഷ്ക്ക് പറയുന്നവരെ കപടത്താൽ എന്താ പറയാ, പലരും വിശ്വാസം ത്യജിച്ചു. ഇന്ന് പലരും പറയത്തില്ല. ഞങ്ങളുടെ ഈ ദേശത്ത് നോക്കിയാൽ തന്നെ കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ആ ഒരു ബന്ധക്കോസ്തുകാരെ ഉള്ളെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു ഈ ദേശത്ത് അനേക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പോൾ പഴയ അമ്പലം പള്ളിയൊക്കെ ആയിട്ട് തന്നെ നടക്കുക. കാരണം എന്താ? വിശ്വാസം ത്യജിച്ചു. കാരണം എന്താ? അവര് വന്നത് ശരിയായിട്ട് ഉപദേശം കേട്ടിട്ടല്ല അവര് വന്നത്. അവർ ഫോഷ്ക്ക് വിശ്വസിച്ച് വന്നതാ. ഹാലേലിയ. അവിടെ ചിലപ്പോൾ എന്തൊക്കെയോ ലഭിക്കുമെന്ന് കരുതി, എന്തൊക്കെയോ ഹാലേലിയ കിട്ടുമെന്ന് കരുതിയൊക്കെ പലരും വിളിച്ച് നിനക്ക് കടഭാരമുണ്ടെങ്കിൽ വാ, നിനക്ക് രോഗമാണെങ്കിൽ വാ. അവിടെ ചെന്നിട്ട് ഇതൊന്നും മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അവര് വിശ്വാസം എന്താ വെച്ചാൽ അവര് കേട്ടത് ഫോഷ്കാ. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് ഇതൊക്കെ മാറുമോ സിസ്റ്റർ? ഇതൊക്കെ മാറും. പക്ഷെ ഇതായിരിക്കില്ല നമ്മുടെ ഫോക്കസ്. ആദ്യമേ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുക, കർത്താവിന്റെ മുഖം അന്വേഷിക്കുക. കർത്താവിന്റെ മുഖം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവരെ പിൻപറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും മുട്ടുണ്ടാകത്തുള്ളൂ. ഞാൻ പറയും എന്റെ ജീവിതം വെച്ച് ഞാൻ പറയാം. എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തെ ഞാൻ പറയാം, എന്റെ ജീവിതത്തെ അനുഭവത്തെ ഞാൻ പറയാം. എനിക്ക് എന്റെ കർത്താവിനെ ഹാലേലിയ പിൻപറ്റിയ എന്റെ കർത്താവിനെ മുറുകെ പിടിച്ച എന്റെ ജീവിതത്തിൽ ഹാലേലിയ ഇന്ന് വരെ ഒന്നിനും മുട്ടുണ്ടാക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്റെ ദൈവം ഇന്നും ഹാലയില്ല. കാരണം എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും, അത് എത്ര വലിയ ആവശ്യങ്ങളാണെങ്കിലും എത്ര ചെറിയ ആവശ്യങ്ങളാണെങ്കിലും എന്റെ കർത്താവ് മതിയായവൻ, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിച്ചാൽ നമ്മൾ കൂടെ ഇവിടെ പറയുന്ന മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിൽ വന്ന് കള്ളപ്രവാചകൻ തവളയെപ്പോലെ 3 അശുദ്ധാത്മ പുറപ്പെടും. ഇവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെയും സർവശക്തരായ ദൈവത്തിന്റെ മഹാദിവസ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ ഇവിടെ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഹാലേലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവർ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പൊ അത്ഭുതം ചെയ്യുന്നത് എല്ലാം ഹാലയില. പണ്ട് നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ഒരു വചനമുണ്ട്. ഹാലേ ശവങ്ങൾ കൂടുന്നിടത്ത് കഴുക്കൾ കൂടുമെന്ന്. ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടുമെന്ന്. ഇന്ന് അത്ഭുതം കാണുന്നിടത്തേക്ക് ആൾക്കാർ ഓടിച്ചെല്ലുന്നവരെ നോക്കി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ പറയട്ടെ, ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുന്നതാണ്. അതിന് ഏത് ജാതിയിലാണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. നമ്മുടെ എറണാകുളത്ത് ഒരു പള്ളിയുണ്ട്, നമ്മുടെ വീണ സിസ്റ്ററോട് ചോദിച്ചറിയാൻ പറ്റും. ഹാലേലിയ. അന്ന് റോഡിൽ കൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെ ട്രാഫിക് ആയി. അതുകൊണ്ട് ഈ പള്ളിയുള്ള ദിവസം അറിയാവുന്നുണ്ട്, മിക്ക ദിവസം നമ്മൾ ആ വഴിയൊന്നും കയറത്തില്ല. വരുമ്പോഴത്തേനും ഓഫീസിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കൂടെ വഴി കയറും. കാരണം വെച്ചാൽ അതുപോലെ ട്രാഫിക് ആയി. കാരണം അത്രയ്ക്ക് തിരക്കാണ്.
വചനം പഠിപ്പിച്ചിട്ടാണ് അവിടെ തിരക്ക്. അവിടെ ഒന്നും വചനം പ്രസംഗിക്കാറ് പോലുമില്ല. ഹാലയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അവരുടെ നൊവേനയും മറ്റും മറിച്ചത് നേർച്ചയൊക്കെ. അതുപോലെ അവിടെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് പറയാം, ആ ഫോഷ്ക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ വിധിയാണ്. കാരണം കിലോമീറ്ററോളം ഇങ്ങനെ അത്രയും ദൂരത്ത് നിന്നിട്ട് മാല ഇടാനും നേർച്ച ഇടാനും ഒക്കെ ആൾക്കാർ നിൽക്കുന്നത്. ഹാലയിലെ കാരണം വെച്ചാൽ ഇതെല്ലാം ഇവിടെ നടക്കും. ഇവിടെ അല്പം നടക്കുന്നില്ല, നടക്കും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ ഈ കിഡ്നി ഫെയിലറായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, അവർ സുഖമായതായിട്ട്. അതായത് ഒരു അല്പം നടക്കും ഹാലയിലെ. കാരണം അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഹാലയിലൂയ എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു കല്ലിനെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച ഒരാഴ്ച നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി, ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഒരു ഇതൊക്കെ വെച്ച് നോക്കി പ്രാർത്ഥിച്ച് അവിടെ പ്രാർത്ഥിച്ചാലും കാര്യം നടക്കും, നടക്കും. നമ്മൾ കാണുന്ന പലയിടം ഇന്ന് പല സ്ഥലങ്ങൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ആണെന്ന് ആരും വിചാരിക്കല്ലേ. ദൈവത്തിന് അപ്പം യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, ഒരു രാജ്യം തന്നെ ചിന്തിച്ചു പോയാൽ ഹല്ലേലൂയ നിലനിൽക്കും. അതുകൊണ്ട് ഭൂതങ്ങളെ കൊണ്ട് എങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ ചോദിച്ചില്ലേ എന്ന്. പക്ഷേ അതേ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് തന്നെ വചനത്തിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഹല്ലേലൂയ ഭൂതാത്മാക്കൾ ചെയ്യുമെന്ന്. അതുപോലെ വെളിപ്പാട് കാണുന്നത് നമ്മൾ മാത്രമല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചെട്ടികുളങ്ങര ഇങ്ങോട്ടുള്ളൊരു പണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കടയിൽ പറയാമല്ലോ, നമ്മുടെ മിഥുന്റെ കൂടെ മിഥുൻ. പക്ഷെ നമുക്കിപ്പോ നമ്മളുടെ ഇതിൽ വിശ്വാസമൂത്ത കുട്ടീനെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടല്ല. പക്ഷെ അന്ന് ഒരു നോക്കുന്ന സ്ത്രീ എടുത്ത് നമ്മുടെ അവിടെ ബർഷയിലൊരു ഫ്ലാറ്റ് ഉള്ള ചെറിയ സ്ത്രീ, അവര് ഹിന്ദു അങ്ങനെ. അത് അവര് കണ്ണടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവര് ഇതിന്റെ വീട്ടിലേക്കുള്ള പോകുന്ന വഴി കായംകുളത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ രമ്പല ഇപ്പുറത്തെ സൈഡിൽ കുരി, അത് കഴിയുമ്പോൾ വീട് കഴിയുമ്പോൾ കായൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെളിപ്പാടെ കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ അതിശയിച്ചു നിന്ന്. അന്ന് ഞാൻ വിശ്വാസത്തിലൊന്നും അല്ലല്ലോ. അതൊരു കുറച്ചാൾ വിശ്വാസം വേണ്ട. നമ്മുടെ അമേരിക്കൻ്റെ മാസ്റ്റർ ആച്ചപ്പോഴും അതുപോലെ തന്നെ പറയാ, എൻ്റെ കസിൻ്റെ മോനെ, എടാ സിന്നെ നീ അങ്ങോട്ട് പോകുമ്പോൾ നിന്റെ വീടിന്റെ പോലത്തെ ആ വഴി, ആ റോഡ് കഴിയുമ്പോൾ ഒരു മൺപാതയിൽ മണ്ണ് കാണിച്ച് മണ്ണ് പൊങ്ങിക്കട അടിപ്പത്ത് രീതിയിൽ ഇങ്ങനെ പുള്ളിയും പറയും. ഇത് കണ്ട് ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് ആ കൺഫ്യൂഷൻ. അന്ന് കേട്ടത് ഇന്ന് കേട്ടത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, അപ്പൊ ദേവദാസൻ ഇതെങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ, ഇതെങ്ങനെ പറയുന്നു? ഹല്ലേലൂയ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അന്ന് ആ സ്ത്രീ അത് പറഞ്ഞു അവരെ ആരാധിക്കുന്ന, അവര് സേവിക്കുന്ന ഒരു മൂർത്തി ഉണ്ട്, അവർക്ക് ഒരു ദുരാത്മാവുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, അവര് പറഞ്ഞു ആ മൂർത്തിയാന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നെ. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഹല്ലേലൂയ. ആ മൂർത്തിയെ ഇവർക്കും ഇതുപോലെ പോയി കാണിച്ചു കൊടുക്കും. നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നെങ്കിൽ അവരുടെ ദുരാത്മാവ് അവർക്ക് കാണിച്ചു കൊടുക്കും. എന്താ ഇതല്ല? അതുപോലെ അവരും പറയുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിൽ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസവും തോന്നുന്നില്ല. പക്ഷേല് ഇത് കാണിച്ചു കൊടുക്കുന്ന വ്യക്തികൾ തമ്മിലെ വ്യത്യാസമുണ്ട്, സ്പിരിറ്റ് വ്യത്യാസമുള്ളത്. ഇതാണ് പലർക്കും ഇന്ന് തെറ്റിപ്പോകുന്നത്. അവിടെ അവർ പറയുന്നത് കറക്റ്റ് അല്ലേ, അവർ പറയുന്നതല്ലേ. ഇന്ന് ജ്യോത്സ്യന്മാരുടെ മുമ്പ് കബഡി നിരത്തുന്നവർക്കാരുടെ മുമ്പ് ചെന്നാലും അവരും പറയും പ്രശ്നം വെച്ചിട്ടല്ലേ. ഹല്ലേലൂയ. അപ്പൊ ഇത് തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ജനങ്ങൾ അറിയണമെങ്കിൽ ദൈവത്തിന്റെ സത്യവചനത്തെ സത്യമായി പഠിപ്പിക്കണം. പണ്ടുള്ള ദൈവദാസന്മാർ നമുക്കറിയാം, പൗലോസ് ഹല്ലേലൂയ സകല പള്ളികളിലും സിനഗോഗ് എല്ലായിടവും പോയി പ്രസംഗിച്ചു. ഇത് നമ്മൾക്കറിയാവുന്ന നമ്മുടെ പഞ്ചാബിൽ നിന്ന് അപ്പായ സാധു സുന്ദർ സിംഗ് ഇവിടെ വന്ന് നമ്മുടെ മാരവൺ കൺവെൻഷൻ വരെ പ്രസംഗിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭകൾക്കുള്ളിൽ കയറി, പള്ളികൾക്കുള്ളിൽ അവിടെ ഇവിടെ അല്ല. ഇന്ന് പെന്തക്കോസ്തുകാർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ, ജാതികളെ കാണുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഇതും അവരെ കുറ്റം പറയലും അതുകൊണ്ട് എന്നിട്ട് ഫോൾസ് ടീച്ചിങ് ആണ് നടക്കുന്നത്. പക്ഷെ അല്ല. കാരണം ഇന്ന് സഭയ്ക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ വചനം പ്രസംഗിക്കപ്പെടേണ്ടത് സഭയ്ക്കുള്ളിലല്ല, പുറത്ത് തന്നെയാണ്. മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് സത്യവചനത്തെ സത്യമായി പഠിപ്പിച്ച് ഇന്ന് കാണുന്നതിൻ്റെ അകത്ത് സത്യം ഇത് എന്താന്ന് തിരിച്ചറിഞ്ഞ് പല ഫോഷ്ക്കും വിശ്വസിച്ച് നമ്മുടെ ശലോകം പറഞ്ഞത് ഇതെല്ലാം മായയാണ്. അതുപോലെ മായ വലയത്തിൽ നിങ്ങൾ പെട്ടിരിക്കാവുന്ന രീതിയിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുക്കുക ഇവിടെ. എനിക്ക് ഇന്നലെ ഞാൻ ഈ വചനം വായിക്കും, ഞാൻ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം നമ്മൾ കള്ളപ്രവാചകന്മാരെ കുറിച്ചൊക്കെ കേട്ടുന്ന ഇതൊക്കെ. പക്ഷെ കള്ള ടീച്ചിങ് ഫോൾസ് ടീച്ച്, തെറ്റായി വചനം പഠിപ്പിക്കുന്നവരും കൂടെ ദുരാത്മാവിലാണെന്ന്. അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഒറ്റ ഉദ്ദേശമുള്ളതിന് പിശാചിന്റെ അതേ ഉദ്ദേശം തന്നെ ഇവരിലും എന്താന്ന് വെച്ചാൽ ദൈവത്തിനെ മനുഷ്യരെയും തമ്മിൽ തെറ്റിച്ച് കളയുക എന്നുള്ളത്.
ഹാലേലിയ. ഇന്ന് നമ്മൾ എത്രത്തോളം ഹാലേലിയ ആമേ പോലെ ഓരോ വചനവും കേൾക്കും. ഞാൻ പറയും, എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ തന്നെ കേൾക്കണം. അത് ഹാല നമ്മൾ പരിശുദ്ധാത്മാവിൽ തന്നെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഹാലേലിയ അതിൽ തന്നെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വചനത്തെ കേൾക്കുന്ന വചനം ഹാലേലൂയ ആമേ അത് സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. എനിക്ക് ദൈവം കൃപയാൽ ദൈവം എനിക്ക് വിശ്വാസത്തിൽ വന്ന പോലെ ദൈവം തന്നൊരു കൃപയാണത്. ആര് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അത് എത്ര വലിയ എക്സ്പീരിയൻസ് ദൈവദാസന്മാരാണെങ്കിലും എത്ര വർഷം പഴക്കം പറയുന്നത്, അവർ ഒരു വാക്ക് തെറ്റിയാൽ അത് അന്നേരം എനിക്ക് പരിശുദ്ധൻ കറക്റ്റ് ചെയ്ത് തരും. ഒരു പത്രോസ് പൗലോസും തെറ്റിയാൽ പോലും ദൈവം അപ്പൊ തന്നെ കറക്റ്റ് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ പക്ഷേ അവിടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പാസ്റ്റ് പ്രസംഗിച്ചയുടെ ഇടയിൽ ഹലയിലെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പട്ടാളക്കാരെ പോകാനായിട്ട് അകമ്പടി എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തുണി കൊണ്ട് വേണ്ടെന്നൊക്കെ നെഹമ്യാവ് പറഞ്ഞു. പക്ഷെ നെഹമ്യാവ് അല്ലാതെ ഇസ്രായേൽ പറഞ്ഞു. അന്നേരം തന്നെ ദൈവം എന്നോട് പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പുറപ്പെടുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത് ആ വഴിയിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വേർഡ് പോലും ഒരു പേര് പോലും തെറ്റിയാൽ അത് അങ്ങനെ കൊണ്ടുവന്ന് ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഇതെന്താ വെച്ചാൽ ദൈവാത്മാ നമുക്ക് തരുന്ന കൃപ, ഈ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം കാരണം ആര് പ്രസംഗിച്ചാൽ തെറ്റുപറ്റാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യത്വത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും തെറ്റും. പക്ഷേ ആത്മാവിൽ പ്രസംഗിക്കുന്നവർക്ക് തെറ്റുപറ്റുമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഇവിടെ നമ്മൾ കേൾക്കുന്നത് അത് തെറ്റിപ്പിടിച്ച് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം ഇടയാക്കല്ലേ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന വേണം. ഹാലേലൂയ. ഇവിടെ നിന്ന് ഞാൻ വരുന്നത് കുറെ റെഫറൻസ് ഒക്കെ എഴുതി വെച്ച് കാരണം ഇന്നലെ നോക്കിയിട്ടൊക്കെ നമ്മുടെ ഈ റെവലേഷൻ തന്നെ 13-ാം അധ്യായമൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ നമുക്കറിയാം. റെവലേഷൻ 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പറയാം നമ്മുടെ വെളിപ്പാട് പുസ്തകത്തെ തവളയെ കുറിച്ച് ഹാലേലി അവിടെ കാണുന്നുണ്ട്. മോശ എന്താ പ്രാർത്ഥിച്ചപ്പോൾ ഹാലേലി അവിടെ തവളയെ കുറിച്ച് വെളിപ്പാട് പുറപ്പാട് പുസ്തകം ഒന്ന് എടുക്കും സിസ്റ്റർ, 8-ാം അധ്യായം ഒന്ന് എടുക്കുവോ? നമ്മളെ അത്ഭുതം ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3 തുടങ്ങിയിട്ടത് വായിച്ചു. Exodus chapter 8. നദിയിൽ തവള അനവധി ജനിക്കും. അത് കയറി നിന്റെ അരമനയിലും ശയനഗ്രഹത്തിലും കട്ടിലിന്മേലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന 6 മുതല് അങ്ങനെ അഹരോൻ മിസ്രൈമിലെ വെള്ളങ്ങളിന്മേൽ കൈനീട്ടി തവള കയറി മിസ്രൈം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രൈം ദേശത്ത് തവള കയറുമാറാക്കി. ഇവിടെ പറയുന്നേ ദൈവത്തിന്റെ വടി ഹല്ലേലൂയ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ദൈവാഭിഷേക പ്രവാചകനായ മോശെ അഹരോനെ നമുക്ക് കാണുന്നു. അവിടെ അഹരോൻ അങ്ങനെ കൈ നീട്ടിയപ്പോൾ തവള കയറി. മന്ത്രവാദികൾ അതുപോലെ തന്നെ ചെയ്തു. നമുക്ക് കാണുന്നുണ്ട് പറവോന്റെ മന്ത്രവാദികൾ മോശയുടെ ചെന്ന് വടി താഴെയിട്ട് പാമ്പായി. അവരുടെ വടിയും താഴെയിട്ടപ്പോ പാമ്പായി. അത്ഭുതം ചെയ്തില്ലേ? മോശയുടെ പാമ്പ് മറ്റേ പാമ്പിനെ തിന്നൊന്നല്ല, അത്ഭുതം ചെയ്തോ? ജനങ്ങൾക്ക് കാണേണ്ട എന്താ? അത്ഭുതം ചെയ്ത്. ഒരു 2-3 അത്ഭുതങ്ങളൊക്കെ മോശ ചെയ്യുന്ന പോലെ തന്നെ ഇവരും ചെയ്തു അല്ലേ? കാരണം അത്യാവശ്യ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ മന്ത്രവാദികൾക്കും പറ്റും, ദുരാത്മാവിനെ കൊണ്ടും പറ്റുമെന്ന് എങ്ങനെയാ ദേവദാസൻ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ ചെയ്തു. മോശ എങ്ങനെയാ ചെയ്തത് അതുപോലെ തന്നെയാ ഇവരും ചെയ്തത്. വടി താഴെ ഇട്ടപ്പോ അവർ പ്രാർത്ഥിച്ചു വന്ന് ഇവരും വെറുതെ വടിയെടുത്ത് താഴെ ഇട്ടതേ ഉള്ളൂ. സംഭവിച്ചില്ലേ? ഞാൻ പറയാം ഒരു അടയാളത്തിന് വേണ്ടി ഞാൻ പറയാം. അപ്പൊ ദുർമന്ത്രവാദികളും ഭൂതാത്മാക്കൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ദൈവാത്മാവിൽ അത്ഭുതം ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന കാണിക്കാൻ വേണ്ടി മാത്രം ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോയതാ. അപ്പൊ അത്ഭുതങ്ങളെല്ലാം ദൈവമല്ല ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. യാക്കോബിന്റെ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യം കൂടെ ഒന്ന് വായിക്കാവോ? ജെയിംസ് ചാപ്റ്റർ 3. കഴിഞ്ഞ ദിവസം വീണ സിസ്റ്റം യാക്കോബിന്റെ ലേഖനത്തിൽ വചനം എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വചനം ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 3-ാം അധ്യായത്തിൽ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുത്. ഇത്
ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ആമേൻ. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷ്യവും ശാഠ്യമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഇവിടെ പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തെ വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയുകയും അരുത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിന് വിരോധമായി പ്രശംസിക്കും. സത്യം എന്താ? വചനത്തിന് വിരോധമായി. ഹാലേലിയ. വചനം എന്താ പറയുന്നത്? ഹാലേലിയ. അവൻ നിഗളിക്കരുത്, നമ്മൾ നിഗളിക്കും. ഹാലേലിയ. സ്വയം പുകഴ്ച പറയുന്നത് സ്വയം പുകഴ്ച പറയും. അല്ല, ഇതൊക്കെ എന്താ എവിടെയാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യമുള്ള. എന്നിട്ട് ആ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ പറഞ്ഞ വിരോധം, അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഉയരത്തിലെ ജ്ഞാനമാരാ, അത് എന്താണ് താഴെ പറയുന്നുണ്ട്. ഹാലേലിയ. അപ്പൊ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികമായി ഈ ഭൂമിയിലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഹാലേലിയ എടുക്കപ്പെട്ട മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഹാലേലിയ ആ ശരീരത്തിൽ വരുന്ന ഹാലേലിയ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസിസ്റ്റർ പ്രസംഗിച്ച് പറഞ്ഞു. ഹാലേലിയ എന്താ നമ്മുടെ ആദാമിന്ന് ലഭിച്ചത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അവയവങ്ങളിൽ ഹാലേലിയ ഇത് വെളിപ്പെടുന്നുണ്ട്. എന്താ പറയാ? ആദാമി പാപം, അത് പാപത്തിന്റെയും മരണത്തിന്റെയും ഹാലേലിയ ചിന്തയാത്. ഹാലേലിയ ഇത് നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ അവയവങ്ങളിൽ ഹാലേലിയ എപ്പോഴും ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ആ ജ്ഞാനമാണ് ഈ പൊങ്ങി വരുന്നത്. ഈർഷ്യ, കയ്പ്, ഹാലേലിയ കോപം, ക്രോധം, ഇതെല്ലാം ഇവിടെ എന്നിട്ട് അത് പറയുന്നത് ഇത് ഉയരത്തിൽ ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ഇങ്ങനെയുള്ളതിനെ കുറിച്ച് പറയുന്നത് അത് ഭൗമിക ഭൂമിയിൽ, അത് പ്രാകൃതമാണ്. അത് പൈശാചികമാണ്. ഹാലേലിയ. അപ്പൊ ഇതല്ല ഉയരത്തിലെ ജ്ഞാനം. ഹാലേലിയ. ഇത് ആൾക്കാർ വെച്ചുകൊണ്ട് ഇരിക്കല. എന്നിട്ട് ഉയരത്തിലുള്ള ജ്ഞാനത്തെ ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ശരിയാ. നമ്മളോടൊരാൾക്ക് ഈർഷ്യ വന്നാൽ നമ്മളെ ജയിക്കണമെന്നൊരു ശാഠ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എങ്ങനെയും തറവറ്റിക്കുന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ, അവർ വായി തുറന്ന് പറയുന്നത് മൊത്തം ഹാലേലിയ ഫോഷ്കാണ്, കള്ളത്തരവും കപടതയും വഞ്ചനയും ചതിവും ഹാലേലിയ നമ്മൾ പറയുന്ന ഒരു ഉളുപ്പുമില്ലാതെ ഹാലേലിയ എന്തും പറയാനായിട്ട് ഒരു തയ്യാറാണ്. കാരണം എന്താട്ടെ അവരുടെ ഉള്ളിൽ എങ്ങനെയും ഇപ്പൊ നമ്മൾ കോടതികളിലൊക്കെ കാണാറുണ്ടല്ലേ ഹാലേലിയ. കാരണം കോടതികളിലൊക്കെ വക്കീലന്മാര് ജയിക്കാൻ വേണ്ടി എന്ത് നുണയും പറയും. അന്ന് അവരുടെ ജോലിയല്ലേ എന്ന് ചോദിക്കും. ജോലി ചെയ്യാനായിട്ട് കള്ളം പറയാൻ നിർബന്ധമൊന്നുമില്ല. സത്യം പറഞ്ഞ് ജയിക്കുന്ന എത്രയോ കേസുകളുണ്ട്. ഹാലേലിയ. രണ്ടു കൂട്ടരും സത്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ച ഹാലേലിയ ശരിയായ രീതി ഇരിക്കുന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അല്ല, ഇവിടെ നമ്മൾ പറയുന്ന കണക്ക് കള്ളത്തിൽ. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികൾ സഭകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവദാസന്മാരെ കുറിച്ചാണെങ്കിലും ദൈവമക്കളെ കുറിച്ചാണെങ്കിലും ഒക്കെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഹാലേലിയ ഇവിടെ ഇതെല്ലാം മറത്തേക്കുള്ള. എന്നിട്ട് പൈശാചികത, ഈർഷ്യവും ശാഠ്യമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. എന്നിട്ട് പറയുന്ന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ. ഒരു ഈർഷ്യവും ശാഠ്യം വന്ന അതിനെ ബേസ് സകല ദുഷ്പ്രവൃത്തി അവിടെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഇനി ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താന്ന് ചോദിച്ചു. ഇതാണ് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് വീനസിസ്റ്റ് കൊണ്ടുവന്ന വചനം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലമായിരിക്കും. അത് രണ്ടാമത് പറയുന്നത് എന്താ? പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പൊ ഉയരത്തിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനെ കുറിച്ചായി പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നേരത്തെ നമ്മൾ കണ്ട ദുരാത്മാവ് വായിൽ ദുരാത്മാവിനെ കൊടുത്തിരിക്കുന്ന ഫോൾസ് ടീച്ചേഴ്സ്, ഫോൾസ് പ്രോഫറ്റ്സിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാകും? നമ്മൾ നിമോളിൽ വായിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈർഷ്യ, കപടം, ശാഠ്യം, ഹാലേലിയ പക്ഷപാതം. ഇവിടെ എന്തൊക്കെ പറയാം? പക്ഷപാതം അതെല്ലാം ഇവിടെ. പക്ഷേ നമ്മുടെ ഉയരത്തിലുള്ള ജ്ഞാനം ദൈവാത്മാവ് ഉള്ളവർ അവര് നിർമ്മലരായിരിക്കും, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും, ശാന്തത ഉണ്ടാവും, അനുസരണമുള്ളവരെ, കരുണയുള്ളവരെ, സൽഫലവും നിറഞ്ഞതും ഹാലേലൂയ പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആവുന്നു. ഇന്ന് പക്ഷപാതം ഇല്ലാത്ത സഭ ഏതുണ്ട്? ഹാലേലൂയ. കാശുള്ളവന് പ്രാർത്ഥിക്കാതെ പാസ്റ്റർ പോകത്തില്ല. സാധാരണക്കാരൻ പ്രാർത്ഥിക്കാൻ പറ്റുന്ന
അല്ലെ ചില ആൾക്കാർ പറഞ്ഞ കണക്ക് ഇങ്ങനെ കയ്യൊന്നും എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ ചെന്ന് ഭയങ്കര ആകാശം നിന്ന് കാത്തു കെട്ടി കടന്നാലും ഒന്നും പറയത്തില്ല, ഒന്ന് കൈപൊക്കി കാണിച്ചു പോകുന്ന. അല്ലെങ്കിൽ എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? പക്ഷപാതമാണത്. ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. ആമേ, ഓരോ സ്ഥലത്തും ഇന്ന് നമ്മൾ കാണുന്നത് എല്ലായിടത്തും വിവേചന. ദൈവം കർത്താവ് യേശുക്രിസ്തു നേരത്തെ പറഞ്ഞിരുന്നു, പൊന്മോതിരം ധരിച്ചവര് നല്ല വസ്ത്രം ധരിച്ചേ കണ്ട നീ ഇവിടെ ഒന്ന് ഇരിക്കുന്നു പറയരുത്, മറ്റുള്ള അവിടെ താഴെ ഇരിക്കുന്ന നീ പറയുന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇന്ന് അങ്ങനെ തന്നെയാ കാണുന്നത്. ഹല്ലേലൂയ. പൊന്മോതിരവും അല്ലെ നല്ല വസ്ത്രം നല്ല കാറും ഇതൊക്കെ നോക്കുന്ന. ഹല്ലേലൂയ. ആമീ, ഓരോരുത്തർ ചെല്ലുമ്പോഴേ കാറൊക്കെ നോട്ട് ചെയ്യുക. എന്നാലേ അതനുസരിച്ചാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെയാണ് ഇവിടെ ആ ജ്ഞാനം എവിടെ നിന്ന് വരുന്ന ജ്ഞാനമാണ്, ഉയരത്തിലെ ജ്ഞാനമല്ല. ഇത് ഇന്ന് സകല മനുഷ്യരുടെ ഉള്ളിലേക്ക് ഫോഷ്ക്ക് കടന്നു. ഞാൻ 2018 ഞാൻ പറയുകയും പ്രാർത്ഥിക്കും, ഞാൻ കണ്ടു വെളിപ്പാട് ചൈനയിൽ നിന്ന്. ഹല്ലേലൂയ. ആമേ, ഒരു 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 കുന്നിന്റെ ചെരുവിൽ വന്നൊരു അവരുടെ ഒരു സംഭവം, ഒരു സ്വാമി പോലൊക്കെ തോന്നുന്നൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ചൈനീസ് ഒരു പ്രകൃതമുള്ള ആചാര്യൻ. ഹല്ലേലൂയ എന്ന് പറയാം. അതിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ പ്രാവശ്യം പുള്ളി ഇങ്ങനെ വിടുന്നു. അപ്പൊ പാമ്പുകൾ കഴിഞ്ഞ് ഇന്ത്യക്കകത്തൊക്കെ കയറുന്നതാണ് ഞാൻ കണ്ട വെളിപ്പാട്. ഇപ്പൊ ദൈവത്തോട് ചോദിച്ചത് ഞാൻ പറഞ്ഞേ, ഇന്ന് ഈ പാമ്പുകൾ ഇത് പ്രാച്ച് വിടുന്ന കയറുന്ന എവിടെയാണെന്നറിയോ? ഇന്ത്യക്കകത്തല്ല ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്, ദൈവസഭയിലൊക്കെ ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൈവസഭയിൽ കയറിയിട്ട് ഹല്ലേലൂയ ഇന്ന് ദൈവസഭയ്ക്കുള്ളിൽ നടക്കുന്ന സകല ഫോഷ്കും പ്രവർത്തിക്കുന്ന ഈ പാമ്പിന്റെ ഹല്ലേലൂയ ഇന്ന് തകർത്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സഭയെല്ലാം പണിയപ്പെടുകയാണ് വിചാരിക്കുന്നത്. അല്ലെന്നേ, ഇന്ന് ഇത് അക്ഷരാർത്ഥം ഇന്ന് പണിയല്ല നടക്കുന്നത്, തകർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇടയിലേക്ക് ഞാൻ പറയാം, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസം നിൽക്കുന്ന എത്ര പേരുണ്ടാകുമെന്ന് ഇന്നത്തെ സഭകൾക്കുള്ളിൽ നോക്കി പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അടിസ്ഥാനമില്ലാത്ത പഠിപ്പിക്കലുകൾ, ദൈവത്തിന്റെ വചനം വിട്ടുള്ള പഠിപ്പിക്കൽ. ഹല്ലേലൂയ. ആമേ അത് വീതം ഈ ലോകവും അതിന്റെ മോഹങ്ങളും കാണിച്ച് ആമേ ദൈവത്തിന്റെ വചനം ശരിയായ രീതിയിൽ പഠിപ്പിക്കാതെ ഒരാളെ ഉള്ളെങ്കിൽ, ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നിരന്നിരിക്കണം, ഒരു നിർബന്ധമില്ല. പക്ഷെ ഉള്ളവർ ആത്മാവിനോട് ദാഹിക്കുന്നവരായിരിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവ് നിറയണം, പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ വളരണം. അങ്ങനെയുള്ള ഒരാളെ ഉള്ളെങ്കിലും ഈ മീറ്റിംഗ് കൊണ്ടുപോകണം ദൈവം പറഞ്ഞു. അയ്യോ, ഇന്നലെ 17 കഴിഞ്ഞതിൽ 20 കഴിഞ്ഞ് 5 പേരെ ഉള്ളല്ലോ. അതിന് അങ്ങനെയല്ല ദൈവം. ദൈവത്തിന് ഒരാൾ മതി. ആമീൻ. 10 വേണ്ട, ഒരെണ്ണത്തിന് മതി. എന്താ വെച്ചാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ വചനത്തെ ശരിയായി ഉൾക്കൊള്ളുന്ന, ശരിയായി പഠിപ്പിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിനെ ശരിയായി ആമീൻ അനുസരിക്കുന്ന ഒരൊറ്റയാൾ മതി. നമ്മുടെ ലക്ഷ്യം അത് തന്നെയായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ പറയാം, അവരങ്ങ് ഈ ലോകത്തിന്റെ അങ്ങ് ഉന്നതിയിൽ അങ്ങ് എത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരെ, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഇത് നമ്മൾ നിർബന്ധം വെക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും പിശാച് തെറ്റിച്ചുകൊണ്ടോ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് പാടില്ല. അല്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ വലിയ ഉന്നതിയിൽ കയറിയിരുന്ന അങ്ങ് ലക്ഷങ്ങൾ സമ്പാദിച്ച് കോടികൾ സമ്പാദിച്ച് വലിയ മാളിക പണിയണമെന്നൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ജീവിക്കാനുള്ളതുണ്ടെങ്കിൽ അന്നത്തേക്കുള്ളത് കഴിക്കാനും കുടിക്കാനും ഉണ്ടെങ്കിൽ അത് മതി. എന്നാലും വേണ്ടില്ല, ആ കോടികൾ ഇല്ലെങ്കിലും വലിയ ബംഗ്ലാവ് പണിഞ്ഞില്ലെങ്കിലും കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വഴികൾ നടക്കുന്നവരായാൽ മതി. കണ്ടിടം തോറും മദ്യവും മയക്കുമരുന്നും കഴിച്ച് തോന്നിയ രീതിയിൽ നടക്കുന്ന മക്കളെ ലഭിക്കുന്നതിനെക്കാട്ടും നല്ലത് ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്ന ഒരെണ്ണം കിട്ടിയാൽ മതി നമുക്ക്. ജനം നോക്കുന്ന എന്താ? അവർക്ക് എത്ര സമ്പത്തുണ്ടെന്ന് നോക്കുന്നു. ഹല്ലേലൂയ. മക്കളെ സ്നേഹിക്കുന്ന പോലെ ഇന്ന് സമ്പത്ത് നോക്കിയാ സ്നേഹിക്കുന്ന. പണമുള്ള മക്കളോട് സ്നേഹം കൂടുതൽ, പണമില്ലാത്ത മക്കളെ വെറും കൃമിയുടെ വില പോലും കൊടുക്കാതെ മാതാപിതാക്കന്മാരും വിവേചിച്ച് കാണിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ ഇത് കാണുന്നില്ലേ? പണം എല്ലാത്തിന്റെ അടിസ്ഥാനമാണ് ചിന്തിക്കുന്നവർക്ക് തെറ്റിപ്പോയി. അല്ല, പണത്തെക്കാൾ മൂല്യമുള്ള പലതും ഇന്ന് ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. പണ്ടൊക്കെ പറയുന്നത് പഴഞ്ചൊല്ല് പോലെ പറയും, പണമില്ലാത്ത പിണമെന്ന് പറയും. പക്ഷെ ഇന്ന് അങ്ങനെ മനുഷ്യൻ കാണുമ്പോൾ ഞാൻ പറയും, പണമല്ല, സമ്പത്തല്ല എല്ലാത്തിന്റെയും ആധാരം. അതിനെക്കാട്ടി വലിയ സമ്പന്നരാരാന്ന് വെച്ചാൽ ദൈവത്തെ ശരിയായി അറിയുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. ആ ദൈവസ്നേഹം ലഭിക്കുന്നവൻ യഥാർത്ഥ സമ്പന്നൻ. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. അല്ലാത്തതല്ല ഈ ഭൂമിയിലുള്ളതാണെന്ന്, അത് ഈ ഭൂമി കളഞ്ഞിട്ട് തന്നെ പോണം. നിങ്ങൾ ഒന്നും ആരും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ഹിറ്റ്ലർ തന്നെ ലോകം പിടിച്ചെടുത്ത പക്ഷേ ഹിറ്റ്ലർ പോയപ്പോൾ എല്ലാവരും പറയുന്ന കണക്ക് എന്താ പറയുക, കൈ പുറത്തിട്ടേക്കാൻ പറഞ്ഞു പട്ടിയുടെ. എന്താ വെച്ചാൽ ഞാൻ ഇതെല്ലാം പിടിച്ചെടുക്കും, പക്ഷെ ഒന്നും കൊണ്ടുപോയില്ലെന്ന് കാണിക്കുന്നുണ്ട്.
അല്ല, ഈ സമ്പാദിച്ചു കൂട്ടത് എന്തിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ ഓടിയാൽ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് കൂട്ടൊന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന ഹാലേലിയ, അവൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന, ദൈവത്തിന്റെ വചനം അനുസരിച്ച്. കർത്താവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മോനെ നീ അവിടെ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊന്നും നീ എത്ര സഭ പണിഞ്ഞെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നീ എന്റെ വചനം അനുസരിച്ച് ജീവിച്ചോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഹാലെ, ആ വചനം നമുക്ക് അത് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇന്ന് ശരിയായ രീതിയിൽ കേൾക്കണം, നമ്മൾ പഠിക്കണം. ഇന്ന് പലപ്പോഴും പല വിശ്വാസികളും ഞാൻ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വചനം എന്താന്ന് പോലും അറിയത്തില്ല. വിശ്വാസികളാണ്, എത്ര വർഷമായി, 10 വർഷമായി ആ ചെല്ലുന്ന സഭയിലെ ദൈവദാസന്മാർ അവരെ ഒന്നും പഠിപ്പിക്കുന്നില്ല ശരിയായ രീതിയിൽ. പഠിപ്പിക്കുന്നത് മൊത്തം എന്താ പറയാ, അവർക്ക് എങ്ങനെ നേട്ടം ഉണ്ടാകാം, അവരെ എങ്ങനെ ഇവിടെ ഇരുത്തിയേക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പഠിപ്പിക്കുന്നുള്ളൂ. പോഷ്ക്ക് വിശ്വസിച്ച്. ഹാലൂയ. അപ്പൊ ഞാൻ ചില വചനമൊക്കെ പറയുമ്പോൾ അവരൊക്കെ അന്തം വിട്ട കേൾക്കുന്നത്, ഇതാണോ വചനം എന്ന് ചോദിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പോഷ്ക്ക് കാരണം ഹാലയില്ല പല ജനത്തെയും ആമയില്ല പൊട്ടക്കുളത്തിലെ തവളയെ പോലെ ഹാലയില് പൊട്ടക്കിണറ്റിലിട്ട് വളർത്തുന്നത് പോലെ അവസ്ഥയിൽ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കലും ആകരുത്. ഹാലയില് നാളെ കണക്ക് കൊടുക്കേണ്ടത് ആരാന്നറിയാമോ? ഞാൻ ചോദിക്കാം, പണ്ട് പറയാ ആ ഇവിടെ കണ്ട ഒരു ദർശനം കണ്ടപ്പോൾ ദേവദാസൻ പറഞ്ഞ പോലെ, എന്താ ഒരു ദിവസം ഒരു വിശ്വാസി രാവിലെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ ഞങ്ങൾ ഒരു ദർശനം കണ്ട, എന്താ കർത്താവ് വന്നു, ഞങ്ങളുടെ കുടുംബത്തെ കൈവിട്ടു പോയി, എടുത്തില്ല. എന്താ കാരണം? കർത്താവ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നിരുന്നു. ആ കുഞ്ഞ് ഒരു 8 വയസ്സുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിന്റെ മുഖത്ത് ഭയങ്കര അഴുക്കിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. ഇപ്പൊ കർത്താവ് വന്ന് ഈ കുഞ്ഞിന്റെ മുഖത്ത് അഴുക്കിരിക്കുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാതാപിതാക്കന്മാർ പറഞ്ഞ കാര്യം എന്താ? ഈ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഞാൻ അവർ വളർത്താൻ തന്നിട്ട് നിങ്ങൾ ആ ശരിയായ രീതി വളർത്താത്തോണ്ട കുഞ്ഞിനെ മുഖത്ത് അഴുക്കിരുന്നത്, നോക്കാത്തത്, അതുകൊണ്ട് നിങ്ങളെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് ആർക്കുള്ള ദൂതാന്നറിയോ? ദൈവദാസന്മാർക്കുള്ള ദൂത. കാരണം അവൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്ന ആട്ടുകളെ ശരിയായ രീതി നിങ്ങൾ പരിപാലിച്ചില്ലെങ്കിൽ, ശരിയായ രീതി അവരെ നടത്തിയില്ലെങ്കിൽ, അവരെ ശരിയായ രീതി വിശുദ്ധി വേർപാടും ജീവിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ ഒറ്റ ദൈവദാസന്മാർ മുന്നോട്ട് പോകത്തില്ല. കാരണം ഇടയൻ കണക്ക് കൊടുക്കണം. ആർക്കാ? ശ്രേഷ്ഠ ഇടയന്. ഹാലൂയ. അപ്പൊ വളരെ വിചാരം ഞങ്ങളങ്ങ് പൊക്കോളൂ, ഇവരൊക്കെ ഇവിടെ കടന്നോട്ടെ എന്ന്. അല്ലെന്നേ, നമ്മുടെ കയ്യിൽ ഒരാളെ തന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ നമുക്ക് ഈ ഈ ഗ്രൂപ്പിൽ ഇത്രയും പേരെ തന്നത്, എനിക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ നാളെ എന്നോട് കണക്ക് ചോദിക്കും. നമ്മൾ ഓരോരുത്തരും കണക്ക് ചോദിക്കും. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഓരോ വിശ്വാസി നമ്മുടെ മുഖാന്തരം രക്ഷിക്കപ്പെട്ടവര്, നമ്മൾ മുഖാന്തരം സ്നാനപ്പെട്ടവര്, നമ്മൾ പലവരെയും വിശ്വാസത്തെ വിട്ടുപോലെ മടക്കി കൊണ്ടുവന്നിട്ട് ഇവരെ നമ്മൾ ഓർക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, അവർ കൃപയിൽ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും. അത് കർത്താവേശുക്ക് സ്വന്തം ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത സഭ വെറുതെ വീണ്ടെടുത്തതല്ല, കർത്താവിന്റെ അവസാനത്തുള്ള രക്തം വരെ വീണ്ടെടുത്ത്. അതിന് എത്ര വിലയുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ദുരാത്മാക്കളുടെയും കള്ളപ്രവാചകന്മാരുടെയും ഫോൾസ് ടീച്ചേഴ്സിന്റെയും എല്ലാം ഇൻഫ്ലുവൻസിൽ ഇന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴേ വീഴാതെ നിൽക്കണം. ആരുടെ ഉത്തരവാദിത്തം വീഴാതെ നിൽക്കുക എന്നുള്ളത്? എന്റെ ഉത്തരവാദിത്തം. ഞാൻ വീഴാതെ നിൽക്കുക എന്നുള്ളത്. അതിന് എന്താ വേണ്ടേ? നമ്മൾ പറയും നമ്മൾ ഉപദേശിക്കാൻ ആരുമില്ല, വഴി നടത്താൻ ആരുമില്ല, എനിക്ക് നല്ലത് പറഞ്ഞൊരു ആരുമില്ല. ദൈവം പറയും, സോറി മോളെ, ആ വിളി, ആ പറച്ചിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം യോഹന്നാന്റെ ലേഖനത്തെ കൃത്യമായി പറയുന്നുണ്ട്, പരിശുദ്ധാത്മ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആരും നിങ്ങൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഇല്ലേ? എന്താ നമ്മൾ കേൾക്കാത്ത കുഴപ്പമാത്? നമ്മൾ നേരെ വഴി നടക്കുന്നില്ലെങ്കിൽ. ഇത് ഏത് വിശ്വാസം ഞാൻ പഠിപ്പിക്കാൻ ആരുമില്ല. പഠിപ്പിച്ച ഫോൾസ് ടീച്ചിങ്, ഞങ്ങളെ കള്ളത്തരമ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് പരിശുദ്ധാത്മനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മ നമ്മളോട് പറഞ്ഞത് നമ്മളത് കേൾക്കണം. നമുക്കത് പലർക്കത് കേൾക്കാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആത്മാവിൽ ഓരോ ദിവസം ഇവിടെ എല്ലാത്തിടത്തും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദുരാത്മാവ് വന്നിട്ട് തെറ്റിച്ച് എന്ന് നമ്മുടെ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ 400 പ്രവാചകന്മാരുടെ വായിലൂടെയും അവിടെ പറയല്ല പ്രവചിച്ച എല്ലാവരുടെയും വായിലൂടെ എല്ലാം ദുരാത്മാവ് പ്രവചിച്ചു. ഒരുത്തം വന്ന് പറഞ്ഞു പോയാല് ആഹാബേ പോക്ക എന്നുള്ള കാര്യമാണ്. അവിടെ ഒരാളെ പറഞ്ഞോളൂ. അപ്പൊ അവിടെ ചോദിക്കുന്നു, ഇവരെങ്ങനെയാ സംഭവിച്ചു? പറഞ്ഞു, ദുരാത്മാവ് വന്ന് ഇവരെല്ലാം വായിൽ ഫോഷ്കിന്റെ ആത്മാവിനെ കൊടുക്കുക, ഫോഷ്കിന്റെ ആത്മാവ് പ്രവചിച്ചല്ലേ? ഫോഷ്കിന്റെ ആത്മാവ് തന്നെയല്ലേ പ്രവചിച്ചത്? ആണ്. പക്ഷെ ഇത് തിരിച്ചറിയണം. അതിനാണ് പറയുന്നത് വിവേചനം വേണം.
നമ്മൾ കേൾക്കുന്നത് തിരിച്ചറിയാം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാനത്തിൽ നമ്മുടെ സ്വയം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും, പിശാച് നമ്മളോട് സംസാരിക്കും. ഇതിനെ തിരിച്ചറിയാൻ പഠിക്കുന്നത് ആരാ എന്നോട് ഇതിൽ ഏതാണ് ദൈവശബ്ദം, ഇത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഇന്ന് നമ്മൾ ആരും വഴിതെറ്റി പോകത്തില്ല. ഹല്ലേലൂയ. അപ്പം ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിലൂടെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ, പക്ഷെ അതൊരു ദുരാത്മാവായിരിക്കും. ഇത് അറിയണം. ഈ ഉപദേശം വരുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ദൈവം പറഞ്ഞു കണക്ക് നിങ്ങൾ ഫലത്തിൽ നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. നിങ്ങൾ കാണുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളോട് പറയുന്നവരുടെ ഫലം എന്താണ്, യഥാർത്ഥമായിട്ട് അവർ പുറത്തു വരുന്നത് എന്താണ്, അവരുടെ വ്യക്തി ജീവിതത്തെ കൂടി നോക്കണം. നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ വലിയ ആദർശം പറയും, സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോയി. വലിയ പ്രസംഗമാണ്, എല്ലാ പ്രസംഗമാണ്, ഭയങ്കര ആത്മാവത, പക്ഷെ സ്വന്തം ലൈഫ് വരുമ്പോൾ എല്ലാം കോംപ്രമൈസ് മെന്റാലിറ്റി ആണെങ്കിൽ പോയില്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മളെ വാച്ച് ചെയ്യുന്നു, അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഭാഗത്ത് ചെറിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ പോലും അവരത് പെട്ടെന്ന് നോട്ട് ചെയ്യും. നോട്ട് ചെയ്യുന്നത് മാത്രമല്ല, അവര് അവസരം വരുമ്പോൾ നമ്മളോട് പറയുകയും ചെയ്യും, അമ്മ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നു, അമ്മ ഇന്ന് ഇങ്ങനെ ചെയ്തില്ലായിരുന്നു, അല്ലെ അമ്മ അങ്ങനെയല്ല തീരുമാനം എടുത്തെന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മാതൃകയാണ് നമ്മുടെ മക്കളുടെ മുമ്പിലാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുടുംബത്തിലാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ ഞാൻ പറയാം, വചനം ഒരുപാട് പറയണമെന്നൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷേ തമ്മിൽ ഒരുപാട് മുമ്പോട്ട് പോയതുകൊണ്ട് ഇവിടെ നിർത്തുന്നപ്പോൾ നമ്മൾ ശ്രദ്ധയുള്ളവരും നമ്മൾ വായിച്ച വചനത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചന വായിൽ തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടും ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഈ 3 അശുദ്ധാത്മാക്കളും ഒരൊറ്റ പർപ്പസോട് കൂടിയ പുറപ്പെട്ടെന്ന് അടുത്ത വാക്യം നമുക്ക് മനസ്സിലാക്കി തരും. ഒറ്റ പർപ്പസ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, എന്ന് വെച്ചാൽ ഇവ സർവ്വഭൂതലത്തിലെ രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവർ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിനെതിരാണ് നിൽക്കണം, അതിനുവേണ്ടി കൂട്ടിച്ചേർക്കുന്ന ഭൂതാത്മാക്കൾ തന്നെ. അപ്പൊ ഈ 3ന്റെ ഉദ്ദേശം ഒറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് എതിരായി, എന്ന് വെച്ചാൽ മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ തെറ്റിച്ച് കളയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ദൈവത്തെ അടുപ്പിക്കുന്ന, പക്ഷെ ഇവർ അത്ഭുതം ചെയ്യുമെന്ന് ചോദിച്ചു, അടയാളം ചെയ്യുമെന്ന് ചോദിച്ചു ചെയ്യും. ഇന്ന് പല കത്തോലിക്കരും എന്തുകൊണ്ടാണ് ദൈവസഭയിലേക്ക് വരാത്തെന്ന് വെച്ചാൽ അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവിടെയുണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചേക്കുന്ന പോലെ ഓരോ ദിവസം ഓരോരുത്തരാ, തിങ്കൾ തുടങ്ങി ശനി വരെയും ഓരോരുത്തരുണ്ട്. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് സഭാരാധന എന്നൊക്കെ പറഞ്ഞ കണക്ക് ഞായറാഴ്ച ദിവസം ഇതുമുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അവർക്ക് പോകാൻ ഇടമുണ്ട്. അവിടെയൊക്കെ അത്ഭുതമുണ്ട്, അവിടെയൊക്കെ അത്ഭുതമുണ്ട്. അടയാളമുണ്ട്, അടയാളമുണ്ട്. പിന്നെന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? അപ്പൊ അത്ഭുതം കാണാൻ വേണ്ടി ഞാനും പോയിട്ട് വിളിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് രോഗം മാറുമെന്നും പറഞ്ഞ നിങ്ങളുടെ കടവരം ഇതൊന്നും പറഞ്ഞിട്ട് ആരും ആൾക്കാരെ എന്താ പറയാ പെന്തക്കോസ്തിലേക്ക് വിളിക്കാൻ നിൽക്കില്ല. പെന്തക്കോസ്തിലേക്ക് വിളിക്കണം, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എന്താ പറയാ? നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും, അല്ലെ രക്ഷ ലഭിക്കും, സ്വർഗത്തിലേക്കുള്ള വഴി തുറന്ന് കിട്ടും. ഇതൊക്കെ ഇവിടെ ഉള്ളു. അവിടെ അത്ഭുതങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവിടെ പൊക്കളം. ഇന്ന് ഇത് കറിഞ്ഞ് നമുക്ക് പറഞ്ഞു പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അതിനെക്കാട്ടി വലിയ കാര്യങ്ങൾ ലൈവായിട്ട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. അടയാളം. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഭൂതാത്മാക്കളാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളാകുന്നിടത്തും നമ്മൾ പോകുന്നിടത്തും എവിടെയൊക്കെ പോകണമെന്ന് പോലും പ്രാർത്ഥിച്ച് വളരെ ഉറപ്പുവരുത്തിനു ശേഷം പോകാവുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തെ എത്രയൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ചില മീറ്റിങ്ങുകൾക്കൊക്കെ പോകണം വെച്ചാൽ ദൈവം അയക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് പോകേണ്ട സ്ഥലമല്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിന് അതിനെക്കുറിച്ച് ഒരു ഉദ്ദേശമില്ലാന്ന് നമുക്ക് തോന്നും. പക്ഷെ പലയിടത്തും പലപ്പോഴും നമ്മൾ പോവാതിരിക്കുന്ന ചില ദുബായ് വെച്ചിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ പാസ്റ്റേഴ്സ് വന്നു കോവിഡിന് ശേഷം അത്രയും വരാത്ത ബിസിനസ്സൊക്കെ ചോദിച്ചാൽ അറിയാം, ഇഷ്ടംപോലെ ലോകത്തുള്ള എല്ലാവരും വരും അവിടെ. പക്ഷെ പലപ്പോഴും പോകാനായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവം പോകണ്ടെന്ന് പറയും. പോകണ്ടെന്ന് പറയുന്നിടത്ത് നമ്മൾ പോകാതിരിക്കുമ്പോ പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തായിരുന്നു ഏതായിരുന്നു എന്നൊക്കെ മനസ്സിലാകും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ദൈവത്തോട് കാണുന്നത് എല്ലാം നമ്മുടെ പണ്ട് പറയുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല. അങ്ങോട്ടേക്ക് ഒന്ന് ഓടരുത്. കാരണം ഓടി നടക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ പലപ്പോഴും, ഞാൻ പോലും പലപ്പോഴും പോയിട്ട് പിന്നെ പോകണ്ടായിരുന്നു. ചിലരോട് നമ്മൾ അടുക്കണ്ടായിരുന്നു.
അല്ല അവരെ പരിചയപ്പെടണ്ടായിരുന്നു. ഹാലയിലെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടാൽ മതിയായിരുന്നു. ഹാലയിലെ കൂടുതൽ അടുക്കം ഹാലേ എന്താണെന്ന് യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവും വേണ്ടായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അടുക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥം ഹാലയിലിയ നമ്മൾ സ്വഭാവങ്ങൾ തിരിച്ചറിയുന്നത്. അല്ല അത് നമുക്ക് സന്തോഷമല്ല, പലപ്പോഴും നിരാശ ഉണ്ടാക്കുന്ന ഹാലേലിയ. അതുകൊണ്ട് ഞാൻ പറയും ഈ ദിവസങ്ങളിൽ ഹാലേലിയ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാലേലിയ, ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെ വിവേചനത്തിന്റെ ആത്മാവിനുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മയെ കൃത്യമായി നിങ്ങൾ കേൾക്കണം. ഹാലേലൂയ. അപ്പൊ സംസാരിക്കുന്ന പരിശുദ്ധാത്മ തന്നെയാണോ നമ്മൾ ഉറപ്പുവരുത്തണം. ഹാലേലിയ. ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമ്പോൾ ഹാലേലൂയ നമ്മൾ ദൈവമക്കൾ ഓരോരുത്തരും പറയാം, നിങ്ങൾക്ക് മറ്റൊന്നും കൂട്ടില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, അപ്പനും അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ലെങ്കിൽ നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ വഴി നടത്തണം. ഹാലേലി. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം തന്നെയായിരിക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ഹാലേലിയ. അതെപ്പോഴും സക്സസ്ഫുൾ ആയി തന്നെ മുൻപോട്ട് പോകാൻ പറ്റും. എന്തൊക്കെ പ്രതികൂലം വന്നാലും അവിടെ ഒന്നും ഷെയ്ക്ക് ആകത്തില്ല. ഹാല നിങ്ങളുടെ വിശ്വാസം. കാരണം വെച്ചാൽ നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല. ഹാലേലൂയ. അപ്പൊ നിങ്ങളുടെ കരം സർവ്വശക്തൻ തന്നെയാണ് നമ്മുടെ കരം പിടിച്ചിരുന്നത്. നമ്മൾ ഒരിടത്തും തകർന്നു പോകത്തില്ല, ഒരിടത്തും നമ്മൾ പരാജയപ്പെട്ടു പോ. എന്ത് രോഗമാകട്ടെ, ഭാരമാകട്ടെ, ഹാല എല്ലാവരും നിങ്ങളെ തള്ളിക്ക. നിങ്ങളുടെ യോസേഫ് പറഞ്ഞ പോലെ സഹോദരങ്ങളൊന്നും നിങ്ങളെ ഹാലേലി ഉപദ്രവിക്കുക, മാക്സിമം നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ അതൊന്നും തളർത്തത്തില്ല. കാരണം ഇവരൊന്നുമില്ലെങ്കിൽ എന്റെ കരം പിടിച്ചിരിക്കുന്നത് എന്റെ സർവ്വശക്തനാ ദൈവമാണെങ്കിൽ ഞാനൊരു പരാജയമല്ല, ഞാൻ ജയമായി തന്നെ മുൻപോട്ട്. ആരുടെ മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കാനായിട്ട് ദൈവം ഇടവരുത്തത്തില്ല. നമ്മൾ ലജ്ജയായി നിന്നയായിട്ടല്ല നിൽക്കുന്നത്. കാരണം ജയാലയ ക്രിസ്തുവാണ്. നമ്മളെ ജയത്തോടു കൂടെ തന്നെ നമ്മളെ നടത്തും. ഈ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചിടണം. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ട് തന്നെ നിങ്ങൾ നടക്കണം. മറ്റൊരു മനുഷ്യ ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്യും. ദിവസങ്ങൾ ഹാലേലിയ. നമ്മളായിരിക്കുന്ന കാലഘട്ടം ഹാലേലിയ ഇന്ന് വന്നതല്ല. ഇത് പണ്ട് പോലെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കള്ളപ്രവാചകന്മാരെ കുറിച്ച്, കള്ളയിടയന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഹാലേലിയ. അതുപോലെ അന്നേ ഉണ്ട്. ലോകസ്ഥാപനം ഹാലേലിയ ഭൂമി തുടങ്ങിയ സമയം തുടങ്ങി പിശാചി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹാലേലിയ. അവനെ ചങ്ങലയ്ക്ക് ഇടുന്നത് വരെ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അവന്റെ പ്രവർത്തനത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവനെ ജയിക്കാൻ നമുക്ക് കഴിയും. ഈ ദിവസങ്ങളിൽ നമ്മൾ അത് മനസ്സിലാക്കി തന്നെ മുൻപോട്ട് വചനത്തെ ഇവരെല്ലാവരും അനുഗ്രഹിക്കും. മാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.